ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. റെഡി 2 1 മോനെ അയ്യേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് എന്താന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഇത്തവണ നമ്മുടെ ചലഞ്ചസ് എല്ലാം നമ്മുടെ ടീമാണ് ഫുൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഒരു ക്ലൂ പോലും ഇല്ല എന്താണെന്നുള്ളത്. തുറന്നു നോക്കട്ടെ. 1 2 3 ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. എന്താണ് ചലഞ്ച് രാമൂട്ട? വിയർഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആണ് ഗൈസ്. നീയല്ലേ പറഞ്ഞ സാധാ ഫുഡ് ചലഞ്ച് ആണ്. ഫുഡ് ചലഞ്ച് തന്നെ. സാധാ ഫുഡ് നമുക്ക് രണ്ടാൾക്കും തരും. പക്ഷേ അതിന് മാച്ച് ആയതും മാച്ച് ആവാത്ത കുറച്ച് കോമ്പിനേഷൻസും നമ്മളോട് വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ കോമ്പിനേഷൻ വെച്ച് നമ്മൾ ഈ ഫുഡ് കഴിക്കും. ഇത് നമ്മൾ പണ്ട് നടത്തിയതല്ലേ? നമ്മൾ പണ്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് രാമുവിന് ഒരു പടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് ഈ ഒരു പുതിയ ചലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് എന്താന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഇത്തവണ നമ്മുടെ ചലഞ്ചസ് എല്ലാം നമ്മുടെ ടീമാണ് ഫുൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഒരു ക്ലൂ പോലും ഇല്ല എന്താണെന്നുള്ളത്. തുറന്നു നോക്കട്ടെ. 1 2 3 ഗോ. എന്താ? നൂഡിൽസ് ആണ് ഗൈസ്. നൂഡിൽസ് ആണ്. നമ്മള് സത്യസന്ധന്മാരായിട്ട് കണ്ണടച്ചിരിക്കാം. എവിടെ സാധനം പറയട്ടെ. നമ്മള് പറഞ്ഞു നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ഒന്നും വേണ്ട. ഞങ്ങൾ എന്തോ വെയിറ്റുള്ള സാധനം വെച്ചിട്ടുണ്ടേ. നല്ല വെയിറ്റ് ഉള്ള ശബ്ദമുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ കോമ്പിനേഷൻസ് എത്തിയിട്ടുണ്ട്. എന്താണ് അപ്പൊ ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമ്മള് 3 2 1 പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന്. ഓക്കെ 3 2 1. അപ്പൊ ഗൈസ് നമുക്ക് കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. 1 2 3. കെച്ചപ്പ് കിട്ടി ഗൈസ്. എനിക്ക് കെച്ചപ്പ് കിട്ടി. എന്താ? പാം ഓയിലാ? തേൻ. ഇതിനെന്തും കഴിക്കും. ഒരു സ്പൂണായിട്ട് തരുമോ? ഒരു ഫോർക്ക് തരൂ. ഫോർക്ക് വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ കൊള്ളാം. പക്ഷെ ഞാനാണ് ആക്ച്വലി ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് ഈ ഒരു ചലഞ്ചിൽ. ബിക്കോസ് എനിക്കാണ് കറക്റ്റ് കോമ്പിനേഷൻ കിട്ടിയിരിക്കുന്നത്. മാഗി വിത്ത് കെച്ചപ്പ്. നല്ല കോമ്പിനേഷനാ. അപ്പൊ ഗൈസ് ദാ അടുത്ത ഡിഷ് എത്തിയിരിക്കുകയാണ്. ചെറുതായി. ഇത് മൂടി മാത്രമേ ഉള്ളൂ ഒരു അങ്ങോട്ടാ ചെറുത്. സാധനങ്ങളെല്ലാം ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. 3 2 1. അലുവണ്ടല്ല. മത്തിക്കറി ആയിരിക്കോ? കൂട്ടൂലേ? മീനാണെങ്കിൽ ഞാനില്ല കളിക്ക്. അലുവയും മത്തിക്കറി വന്നിട്ട് മത്തിക്കറി രാമൂടിന് കിട്ടണം. ഓക്കെ കോമ്പിനേഷൻ വന്നട്ടെ. അതാ കോമ്പിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്യാൻ പോവാണ്. 3 2 1. എനിക്ക് അത് തന്നെ വേണം. ഞാൻ ഒരേ സമയം തന്നെയായിരുന്നു. ഇത് സ്ലോ ഒക്കെ കാണാൻ പറ്റും. അയ്യോ ഇതായിരിക്കില്ല അതായിരിക്കും. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം അലുവയുടെ കൂടെ നമ്മൾ എന്താണെന്ന് കഴിക്കാൻ പോകുന്നതെന്ന്. 3 2 1. ആക്ച്വലി ഇതിൽ എന്താണ് കോംബോ? അലുവയുടെ കൂടെ ഇത് മയോണൈസോ? അലുവയും തേനും അടിപൊളി കോമ്പിനേഷൻ. ഇങ്ങനെ ഇട്ടിട്ട് ഓക്കെ ഞാനും കഴിക്കും. അയ്യേ ഒന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ മറ്റേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പറ്റുള്ള എന്തായാലും ഞാൻ
ഈ കോംബോയ്ക്ക് തോറ്റല്ലോ. സോ ഗൈസ് നമ്മുടെ അടുത്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതെന്താ നോക്കിയാലോ? നല്ല മണം. നല്ല മണം, എനിക്ക് മനസ്സിലായി മണം വന്നപ്പോ തന്നെ. സോ 3, 2, 1 ബിരിയാണി. ഓക്കെ, ഇതിന്റെ കൂടെ കഴിക്കും പോവാറ് കഴിക്കാറായി. വേഗം കൊണ്ടുവരൂ. കോമ്പിനേഷൻസ് കൊണ്ടുവരട്ടെ രാമൂട്ടാ, കോമ്പിനേഷൻസ് വരട്ടെ. സോ ഗൈസ് നമ്മുടെ കോമ്പിനേഷൻസ് എത്തിയിരിക്കുകയാണ്. സെലക്ട് ചെയ്യണം രാമൂട്ടാ. അങ്ങനെ നീ പോയിട്ട് സെർച്ച്. നീ മണത്ത് കണ്ടുപിടിച്ചാണല്ലോ ഇപ്പോഴേ. ഞാൻ മണത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് കോമ്പിനേഷൻ ചൂസ് ചെയ്യാം. 3, 2, 1. അയ്യാടാ, ഇതാണ് എന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് തുറന്നു നോക്കിയാലോ. 1, 2, 3. റൈറ്റ് അടക്കി കിട്ടി. എടാ ഫുള്ള് തിന്നണേ, ഫുള്ള് തിന്നണം. പഴം നിന്ന് ബിരിയാണിയും പഴവും. അയ്യേ, 2 പഴം നിന്ന് ഓരോന്നോരോന്നെത്തും. ബിരിയാണിയും പഴവും എന്റെ മൈദിൽ എന്തൊക്കെ വന്നതാണ്. അത് നന്നായി ചിക്കൻ വെക്കാന്. പക്ഷെ ഒരു ചിക്കൻ വെക്കായിരുന്നു കേട്ടോ. ഒരു സാധനം തരൂലേ. ചലഞ്ചാണ്. രാവിലെ പുട്ടും പഴം നിന്നതാ. ബിരിയാണിയും നല്ല പാളയും കൂടെ പഴവും. അടിപൊളിയല്ലേ? ഇതെന്തത്? ഇതൊന്നിനും കൊള്ളൂല. ചിക്കന്റെ പീസ് അതറിയാതെ വന്നു പോയതാണ്. അത് കഴിട്ട് വര് തരൂ റൈത്ത. ഞാൻ നിനക്ക് തന്നല്ലേ, ഞാൻ നിനക്ക് തന്നെ ചതിക്കുന്നടാ. ഇത്തിരി താരാമൂട്ടോ. ഇത് നല്ല കോമ്പിനേഷൻ. നല്ല കോമ്പിനേഷൻ തരാൻ പാടില്ല. എനക്ക് എത്രയെന്ന് അറിയാം. എനക്ക് 3, നിനക്ക് 2. നിനക്ക് 2, എനിക്ക് 1. ഓക്കെ, എന്തായാലും ഞാനല്ലേ ജയിച്ചേ. ഓക്കെ ഗൈസ്, എന്താ ബിരിയാണി. അതെങ്ങനെ എത്ര വേർഡ് കോമ്പിനേഷൻ കിട്ടിയാലും രാമൂട്ടൻ മൂക്കും കൂട്ടെ കഴിക്കുന്നതുകൊണ്ട് നിന്റെ വയറ് നിറഞ്ഞു കാണും. എനിക്ക് ഇതുവരെ ഒരു നല്ല ഫുഡ് പോലും കിട്ടിയില്ല. ഫസ്റ്റ് വൺ. ജയിച്ചിട്ടൊന്നുമില്ല. ഇവര് 2, 1 ആണുള്ളത്. അപ്പൊ അടുത്തൊരെണ്ണം നമ്മൾ ഡ്രോ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈക്വലി വിനാണ് അല്ലേ? ഞാനാണ് ഏറ്റവും യോഡസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ കഴിച്ചേക്കണത് കേട്ടോ. ബിരിയാണി പഴം, പിന്നെ അലുവയും മയോണൈസും. നീ അത്രയും കഴിച്ചില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫുഡ് എത്തിയിരിക്കുകയാണ്. ഐ ആം ഈഗർലി എക്സൈറ്റഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്. പറഞ്ഞാലോ, ഈ ഫുഡിന്റെ പ്രത്യേകത കോമ്പിനേഷൻ ഇല്ലാന്ന്. അപ്പൊ ഇത് മാത്രമേ കഴിക്കാനുള്ളൂ. ഓക്കെ, ഇതില് സെലക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, നീ ഇത് രണ്ടും കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സെലക്ട് ചെയ്യണ്ടേ? മാറിക്ക, കയ്യിൽ മാറ്റിക്ക്. എന്ത് കിട്ടിയാലും തിന്നുമല്ല, ബാക്കിയുള്ളത് നല്ലത് എടുത്തോട്ടെ. 6. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്. 3, 2, 1. ഓക്കെ, നീ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ചെറിയ പാത്രത്തിലായിരിക്കും ഏറ്റവും നല്ല ഫുഡ് എനിക്ക് ഷുവറാണ് അല്ലേ? ഇതിന്റെ ഒരു തണുപ്പുള്ള പോലെ. എന്നാ എനിക്കത് തരോ? തണുത്ത് ഇനി ഐസിട്ട മീനാണെങ്കിലോ? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫുഡ് എന്താണെന്ന് നോക്കാം. ദൈവമേ, എനിക്ക് ഡ്രോ ആവേണ്ടതാണ്. 3, 2, 1. ഐസ്ക്രീം. ഇതിലിപ്പോ എന്താ ട്വിസ്റ്റ്? അതിലെന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും. എന്താ എങ്ങനെയാണ് ഇത് കറക്റ്റ് എനിക്കാണ് കിട്ടണത്? ഇതെങ്ങനെ കഴിക്കാനാ? ടേസ്റ്റ് നോക്കട്ടെ. എന്നാ കുറച്ച് മയത്തില് എന്റെ മോനെ. ഞാൻ തോറ്റ്.
കഴിച്ചത്? എടാ അത് കഴിച്ചല്ലേടാ ദുഷ്ട. നല്ലതി. ഒരു ഫുഡ് കൂടെ തരുമോ? ഇല്ല ഞാൻ ജയിച്ചു. അവസാനത്തെ എല്ലാം അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ടീമൊക്കെ എല്ലാ ടീമിനെയും ഞാൻ പിരിച്ചു വിട്ടിരിക്കുന്നു. തോറ്റിട്ടാ മനുഷ്യൻ.